കർത്താവിനായി എന്ത് ചെയ്താലും അത് നന്നായി ചെയ്യണം. നന്നായി ചെയ്യുന്നത് നമുക്ക് ഭയങ്കര അനുഗ്രഹമായി തീരും. ഹല്ലേലൂയ. അത് ദൈവപ്രസാദത്തിന് കാരണമായി തീരും. നമ്മുടെ പ്രവൃത്തികളൊന്നും ദൈവസന്നിധിയിൽ നമുക്ക് യോഗ്യത കണ്ടെത്താൻ പറ്റുന്ന ഒന്നും അതിനകത്തില്ല. എല്ലാം കൃപയാലാണ്. എന്താണ്? എല്ലാം കൃപയാൽ. പക്ഷെ ദൈവ സാന്നിധ്യത്തിലും ദൈവീയ ആത്മാവിനകത്തും നമ്മൾ ചെയ്യുന്ന ഏതൊരു ചെറിയ കാര്യത്തിനകത്തും കർത്താവിന്റെ ഹൃദയം ഒത്തിരി സന്തോഷിക്കും. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് നമ്മളെ അതിനായി ഉത്സാഹിപ്പിക്കട്ടെ. ഞാൻ ഇങ്ങോട്ട് വന്നപ്പം നന്നായിട്ട് ഉറങ്ങിപ്പോയി വണ്ടിയായിരുന്നു. ഇവിടെ എത്തിയപ്പം ആരോ തട്ടി, കൂടെ ഇരുന്നല്ല, ദൂതൻ തട്ടിയാണ് എന്നെ ഇറക്കിയത്. കണ്ണ് തുറക്കാൻ പോലാത്ത നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നലെ രാത്രിയും നല്ല അങ്കമാലിയിൽ നിന്ന് ഇങ്ങോട്ടുള്ള യാത്ര, അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള യാത്ര, എൻ്റെ ശരീരത്തിന് ഭയങ്കര ക്ഷീണം. ഏതാണ് ഞാൻ അവിടെ ഇരുന്നത്. പക്ഷെ ഇതിനിടയ്ക്ക് ഞാൻ 1-2 ദൈവ ശബ്ദങ്ങളെ കേട്ടു. അത് നിങ്ങൾക്ക് പരിചയമാണ്. ഇപ്പൊ മുമ്പേ പറഞ്ഞതുപോലെ യോഹന്നാൻ പത്മോസിലായിരുന്നപ്പോൾ എന്തായി? മരിക്കാൻ തയ്യാറായി. അങ്ങനെയാണോ ഉച്ചോള ആൻറ്റി? യോഹന്നാൻ പത്മോസിലായിരുന്നപ്പോൾ എന്തായി പറഞ്ഞേ? നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ശരിയാകില്ലല്ലോ. എന്തായി? ഒന്നുകൂടെ പറഞ്ഞേ. യോഹന്നാൻ പത്മോസിലായിരുന്നപ്പോ ഓച്ചത്തിൽ പറഞ്ഞേ. ആത്മവിവശതയിലായി. ആത്മാവിൽ താൻ സ്തുതിച്ചെന്നല്ല പറഞ്ഞേ, അന്യഭാഷ പറഞ്ഞെന്ന് മാത്രമല്ല, തൻ്റെ ശരീരം ക്ലീനായി പോകത്തക്ക രീതിയിൽ തൻ്റെ ശരീരത്തിനകത്ത് മാറ്റമുണ്ടായി. അതിപ്പം നമുക്കറിയാം, പത്മോസ് ഒരിക്കലും ആരാധിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല. മരണമെന്നോ ഒറ്റപ്പെടലെന്നോ നരകമെന്നോ ശിക്ഷ വിധിക്കുന്ന സ്ഥലമെന്നോ ഒക്കെ ചിന്തിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അവിടെ ചെന്നിട്ട് ഈ മനുഷ്യനെ ആരാധിക്കാനുള്ള മനോഭാവം എങ്ങനെ ഉണ്ടായി? ആമേൻ. ഞാൻ നിങ്ങളോട് ഇപ്പൊ രാവിലെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ചിന്ത, ദൈവത്തെ ആരാധിക്കുന്നവൻ എവിടെയും ആരാധിക്കാൻ കഴിയണം. ഹല്ലേലൂയ. നിന്റെ വീട് ദൈവ സാന്നിധ്യമുള്ള വീടായിരിക്കണം. ഹല്ലേലൂയ. കാരണം നിന്റെ അകത്ത് എന്തോ ഉണ്ട്? നിങ്ങളുടെ അകത്ത് തന്നെ ഉണ്ട്. മോനസ് എന്നാ ഉണ്ട്? അകത്ത് ദൈവ സാന്നിധ്യം ഉണ്ട്. ഉള്ളിലുള്ള ദൈവ സാന്നിധ്യം സെൻസ് ചെയ്തുകൊണ്ട് ഉള്ളിലുള്ള കർത്താവിനെ മനസ്സിലാക്കി വേണം ആരാധനയ്ക്കകത്തിരിക്കാൻ. ആമേൻ, ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇതിനോട് നെഗ്ലക്റ്റ് ചെയ്യരുത്. അത് നിങ്ങൾക്ക് നല്ലതായി തീരത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾ വീട്ടിലായിരിക്കുമ്പോഴോ, നിങ്ങൾ ജോലിയിലായിരിക്കുമ്പോഴോ, യാത്രയിലായിരിക്കുമ്പോഴോ, സഭയിലായിരിക്കുമ്പോഴോ എപ്പോഴും ദൈവ സാന്നിധ്യത്തെ സ്വീകരിച്ചു മനസ്സിലാക്കി വേണം ആയിരിക്കാൻ. അങ്ങനെയാണെങ്കിൽ പരാജയങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ കാണത്തില്ല. എപ്പോഴും ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കാൻ ഒരു മാധ്യമമുണ്ട്. ആമേൻ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പിതാവായ അബ്രഹാം, ഹല്ലേലൂയ, ഹാരാൻ മുതൽ അങ്ങോട്ട് ഓരോ സ്ഥലങ്ങളിലും യാഗപീഠം പണിത് അവിടെ ദൈവ സാന്നിധ്യത്തെ ഇറക്കി. ആമേൻ. ആ സ്ഥലം എന്തുള്ളതായി തീർന്നു? അബ്രഹാം അത് അങ്ങനെ ചെയ്തതെന്നറിയാവോ? ഇന്നലകളിൽ അത് ജാതീയ ഇൻഫ്ലുവൻസുകൾ, ജാതീയ സാന്നിധ്യം, ജാതീയ ദേവന്മാരുടെ സാന്നിധ്യമുള്ള സ്ഥലമായിരുന്നു. ആ സ്ഥലം ദൈവത്തിൻ്റെതാക്കി മാറ്റുന്നതായിരുന്നു ആരാധന. നിങ്ങൾക്കറിയാം, ഈ സ്ഥലം കൊടുത്തത് ആരാണ്? ഈ സ്ഥലം കൊടുത്തത് ഹല്ലേലൂയ ഒരു ജാതീയ ദേവനോ ജാതീയ ആളും അല്ല. ഇത് കൊടുത്തത് ദൈവമാണ്. പിന്നെ എന്ത് നെസസറിയാണ് അവിടെ ദൈവ സാന്നിധ്യത്തെ ഇറക്കി അത് ദൈവത്തിൻ്റെതാക്കി മാറ്റാൻ അബ്രഹാമിന്റെ ആഗ്രഹം? കാരണം എന്താണെന്നറിയോ? ഇനി അവിടെ വസിക്കാൻ പോകുന്നത് എൻ്റെ മക്കളാണ് അവിടെ താമസിക്കാൻ പോകുന്നത്. ആമേൻ. ഒരു ജനറേഷൻ അവിടെ താമസിക്കേണ്ടതുള്ളത് കൊണ്ട് അവർ വരുന്നതിന് മുമ്പേ വിശ്വാസത്താൽ അവിടെ ആരാധന കഴിക്കുകയാണ്.
ഇതൊരു ദൂതാണ് കേട്ടോ. ഒരു ജനം കയറി വരുന്നതിന് മുമ്പ് ഇവിടെ ഒരു പ്രസൻസ് ഹോൾഡ് ചെയ്യാൻ ആത്മാവ് നിങ്ങളുടെ അകത്ത് പ്രകാശം നൽകിയാൽ മടിക്കരുത്. നീ നിൽക്കുന്ന സ്ഥലത്ത് ഹല്ലേലൂയ അടുത്ത തലമുറ കയറി വരുമ്പോൾ അവർ ദൈവ സാന്നിധ്യത്തെ സെൻസ് ചെയ്യണം. ആമേൻ. ഈ KK റോഡിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ഒരുപാട് ചർച്ച ഉണ്ട്. ഇതിനകത്തുള്ള ഒരു ഒട്ടുമിക്ക ദൈവദാസന്മാരെന്റെ അല്ലെങ്കിൽ കൂട്ടുകാർ അവര് പ്രാർത്ഥിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അവർ നിൽക്കുന്ന ഹല്ലേലൂയ ഈ ബിൽഡിംഗ് ഉള്ള സ്ഥലത്തിന്റെ കിലോമീറ്ററുകൾക്കകത്ത് ഒരു അപകടം ഉണ്ടാകാൻ പാടില്ല. അതിവിടെ ആരാധന നടക്കുമ്പോഴല്ല, ആരാധന നടന്നില്ലേലും ഇതിനകത്ത് ആ സാന്നിധ്യം തളം കെട്ടി നിന്ന് ഇവിടെ വെളിപ്പെടുന്ന അപകടങ്ങളെ മാറ്റണം. ഹല്ലേലൂയ. ഇന്ന് പകല് ടൗണിനോട് അടുത്ത് നിൽക്കുമ്പോഴും നമുക്കത് പറയണം. അതിന്റെ പിന്നിലെ കാരണം എന്താ? പുറത്തൂടെ പോകുന്നവർ ഹല്ലേലൂയ ഇവിടെ ആരാധന ഉണ്ടായാലും ഇല്ലെങ്കിലും ദൈവ സാന്നിധ്യത്തെ സെൻസ് ചെയ്യണം. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദി ഒഴുകും. മിണ്ടാതിരിക്കരുത്. നിങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരിക്കരുത്. നിങ്ങൾ പ്രതികരിച്ച വലതും സംഭവിക്കും. നിങ്ങൾ നാവ് ഉയർത്തിയ ചില സംഭവിക്കും. മിണ്ടാതിരുന്നാൽ വന്നതുപോലെ തന്നെ പോകേണ്ടി വരും. എന്തോ ഒന്ന് നിങ്ങളിൽ തുടങ്ങേണ്ടതിനായി കർത്താവ് ഇന്ന് പകൽ എൻ്റെ മനസ്സിനകത്തൊരു ഉത്സാഹം നൽകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്മോസിൽ ആയിരുന്നപ്പോൾ ആ മനുഷ്യന് ദൈവ സാന്നിധ്യം കിട്ടിയെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ സാഹചര്യങ്ങൾക്കകത്ത് ദൈവ സാന്നിധ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നെ കേൾക്കുന്ന എല്ലാവരോടുമായിട്ട് പറയുന്നു, ഈ ഭൂമിയിൽ നിന്റെ ആവശ്യം പണമല്ല, ഈ ഭൂമിയിൽ നിന്റെ ആവശ്യം ദൈവ സാന്നിധ്യമാണ്. ആമേൻ. നിന്നിലെ പരാജയങ്ങൾ ഓരോന്നായി എടുത്തു മാറ്റുന്ന ദൈവ സാന്നിധ്യം നിന്റെ വീട്ടിലുണ്ടെങ്കിൽ മരണമാകുന്ന ഏത് സാഹചര്യം കയറി വന്നാലും അവിടെ ഒരു ജീവന്റെ തുടിപ്പ് നിനക്ക് കാണാൻ കഴിയും. കരം അടിച്ച് കർത്താവിനെ സ്തുതിച്ച. ഹല്ലേലൂയ. വളരെ സങ്കടമുണ്ട് എനിക്ക്, വളരെ സങ്കടമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ ആഴമായുള്ള ആഗ്രഹം കൊണ്ട് പുറത്തു വരുന്നതാണ്. അകത്തില്ലാത്തത് കൊണ്ടല്ല പുറത്തു വരുന്നത്. ഈ പുറത്ത് ദൈവ സാന്നിധ്യം വന്ന് നിങ്ങളിലേക്ക് വരുവല്ല, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്കാ വരുന്നത്. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആമേൻ. റിങ്കു പ്രസംഗിച്ച വാചകം പുറത്തു വരുമ്പോൾ എൻ്റെ മനസ്സിനകത്തേക്ക് ഒരു ചിന്ത ഓടി കയറിയത് ഇങ്ങനെയാണ്. ഈ യോഹന്നാന്റെ സുവിശേഷത്തിനകത്ത് ഒരു സ്ത്രീയെ പരീശന്മാർ പിടിച്ചോണ്ട് വരിക. ഇവരുടെ കയ്യിൽ കല്ലുണ്ട്. നേരത്തെ എറിയേണ്ടതാണ്, എറിയാതെ യേശുവിന്റെ അടുക്ക കൊണ്ടുവന്നിട്ട് പറ്റുമെങ്കിൽ ഒരു ഏറ് യേശുവിനും കൊടുക്കാൻ വേണ്ടിയാണ്. പറ്റുമെങ്കിൽ ഒരേറ്, അത് വാഗൊണ്ടേലും എറിയാം എന്ന രീതിയിലാണ് വരുന്നത്, പരീക്ഷിച്ചോണ്ടാ വരുന്നത്. പക്ഷെ ആ ഒറ്റ കല്ലും എങ്ങും പോയില്ല, ഇട്ടെല്ലാരും വീട്ടിൽ പോയി. ആമേൻ. ഈ പുറത്തെ സംഭവങ്ങളൊന്നുമല്ല, എന്നെ പരിശുദ്ധാത്മാവ് സെൻസ് ചെയ്യിപ്പിച്ചത് അവളുടെ മനസ്സിനകത്തേക്കാണ്. അവൾ വ്യഭിചാര കുറ്റം ചെയ്തവളാണ്. ഡെയിലി ലൈഫിൽ അവളുടെ പുരുഷന്മാർ അവളുടെ ലൈഫിനകത്തൂടെ കയറി ഇറങ്ങിയപ്പോൾ അവളുടെ ലൈഫിലെ ഇമോഷൻസുകൾ, അവളുടെ ലൈഫിലെ സ്നേഹം, അവളുടെ ലൈഫിലെ എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഒരു പഴക്കം ചെന്ന അവസ്ഥയിലേക്ക് അവളുടെ ലൈഫ് മാറി. അവർക്ക് യഥാർത്ഥത്തിൽ ഒന്നിനെ മനസ്സിലാക്കാൻ കഴിയത്തില്ല. യഥാർത്ഥമായത് എന്താണ്, യഥാർത്ഥ ഭൂമിയിലെ ലൈഫ് എന്താണ്, യഥാർത്ഥ കുടുംബ ലൈഫ് എന്താണ്, യഥാർത്ഥ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധം എന്താണ്, യഥാർത്ഥ സഹോദരി ബന്ധം എന്നാണ്, യഥാർത്ഥ ദൈവ ബന്ധം എന്നാണെന്ന് അറിയാൻ മേലാതെ ആ സ്ത്രീ നിൽക്കുമ്പോൾ ഹല്ലേലൂയ അവളെ കല്ലെറിയാൻ ഒരു കൂട്ടം ഒരുങ്ങുന്നു. സ്നേഹിക്കേണ്ടവർ കല്ലെറിയാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ അവൾ അറിയാതെ ഒരു സ്നേഹം അവളുടെ മനസ്സിനെ കയറി തൊട്ടു. ഹല്ലേലൂയ. അന്ന് അവൾ പുതുതായി മാറി. ഇന്ന് പകല് പരിശുദ്ധാത്മാവ് ഈ ശാന്തമായ അന്തരീക്ഷത്തിൽ പറയുകയാണ്, എല്ലാ പഴക്കങ്ങളെയും ദൈവം പുതുതാക്കട്ടെ.
പഴക്കങ്ങളെ പുതുതാക്കിയാൽ എല്ലാ മാനുഷികവും അവസ്ഥകളും ഹല്ലേലൂയ പൊട്ടി ഒന്ന് പുതുതായി വരും. കർത്താവിനോട് പറഞ്ഞാട് എന്നെ ഒന്ന് പുതുതാക്കണേ എന്ന് പറഞ്ഞ് എന്നെ ഒന്ന് പറഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ. എനിക്ക് വളരെ ആത്മീയ ദേഷ്യം വരുന്നുണ്ട്. ഹല്ലേലൂയ, ഇന്ന് പകലൊന്ന് പുതുതാക്കണേ, എന്നെ ഒന്ന് ആഗ്രഹത്തോടെ പറ, യേശുവേ എന്നെ ഒന്ന് പുതുതാക്കണേ. ഞാനൊരു വളരെ സീക്രട്ട് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്കറിയാം, പക്ഷേ നിങ്ങൾ എവിടെയോ മറന്നുപോയ ഒരു കാര്യം ഞാൻ പറയാം. ചിലർ ഓർമ്മയിലുണ്ടെന്ന് വിചാരിക്കുന്നു. ഹല്ലേലൂയ, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെ സഹായിക്കാൻ ഒരാളുണ്ട്. ആളുടെ പേര് പരിശുദ്ധാത്മാവെന്നാണ്. മോശ ഒരു കാഴ്ച കാണുകയാണ്. ശ്രദ്ധിച്ചേ, മോശ ഒരു കാഴ്ച കാണുകയാണ്. എന്ത് കാഴ്ചയാണ് കണ്ടേ? ഞാനിത് പറയാതെ നിങ്ങൾക്കറിയാം. ഒരു മുൾപ്പടർപ്പ്. രാജ്യം കേട്ടോ, സൽമോൻ കേട്ടോ, എന്താണ് കണ്ടത്? ഞാൻ എൻ്റെ ശൈലിയൊക്കെ ഒന്ന് മാറ്റി വിടുക, നിങ്ങളെ ഉൾക്കൊള്ളിച്ച് ഇനി ഞാൻ പ്രസംഗിക്കുന്നുള്ളൂ. ഒരു മുൾപ്പടർപ്പ് കാണുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താ ആഗ്രഹം ഉണ്ടായി? അത് എന്താണെന്ന് കാണേണ്ടതിന്, എന്താണെന്ന് അറിയേണ്ടതിന് ഒരാഗ്രഹം ഉണ്ടാകുകയാണ്. അതൊരു പ്രതികരണമാണ്. തൻ്റെ കണ്ണിനെ അത്ഭുതമാക്കുന്ന കാഴ്ച എന്താണെന്ന് ശരിയായിട്ട് അറിയാനുള്ള ആഗ്രഹം. ആമേൻ. നിങ്ങൾ ആ ഭാഗം പഠിക്കുമ്പോൾ മനസ്സിലാകാം, ആ മുൾപ്പടർപ്പ് കണ്ടിട്ട് താൻ വീട്ടിൽ പോയിരുന്നെങ്കിൽ എങ്ങനെ ഇരുന്നനെ? മുൾപ്പടർപ്പ് കണ്ട് അവിടെ തോറ്റു പോകുന്ന ആരാണ്? നിങ്ങൾ അങ്ങനെയാണെങ്കിൽ മോശ മനഃപൂർവ്വമായിട്ട് ദൈവത്തെ തോപ്പിക്കുകയാണ്. 40 വർഷം ഇത്രോവിന്റെ ആട്ടും കൂട്ടി കിടന്ന് തോപ്പിച്ച മനുഷ്യൻ വീണ്ടും തോപ്പിക്കുകയാണ്. ഇനി ആ മോശയുടെ പേരിന്റെ സ്ഥാനത്ത് നിങ്ങളുടെ പേര് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ദൈവ സാന്നിധ്യം പലപ്പോഴും ഇറങ്ങി വന്നിട്ട്, വാ മോനെ, നിന്നെ ഞാൻ കൊണ്ടുപോകാം, നിന്നെ ഞാൻ അതിനകത്തേക്ക് കൊണ്ടുപോകാന്ന് പറയുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് ഒന്ന് കൈയടിച്ച ചിലപ്പോൾ മനോഭാവം മാറിയാനെ. ഒരാമേൻ ഒച്ചത്തിൽ പറഞ്ഞാൽ അത് മാറിയാനെ. എന്തിനാണ് പ്രതികരിക്കുന്നത്? എന്തിനാണ് പ്രതികരിക്കുന്നത്? എന്തിനാണ് പ്രതികരണം? അതെൻ്റെതാക്കി മാറ്റുന്നതാണ് അല്ലേ? ഫുട്ബോൾ കളി നടക്കാൻ നേരത്ത് അടിക്കുന്ന ഒരു ഗോൾ അടിക്കുമ്പോൾ അതിന്റെ വിജയം നിങ്ങളുടെ വിജയമാകുവാണ് കൈയടിച്ചതിന്റെ കൂടെ ചേരുമ്പോൾ. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ദൈവവചനം സംസാരിക്കുമ്പോൾ നിങ്ങൾ അതിനോട് മൗനമായിട്ടില്ല പ്രതികരിക്കേണ്ടത്. അങ്ങനെയുള്ളവരെ കുറിച്ച് മറ്റൊരു ഭാഗമാണ് വചനം പറയുന്നത്. മൗനതയിൽ ഇരിക്കുന്നവർ അല്ല എന്ന് ഞാൻ വിചാരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ശബ്ദം ഉയർത്തണം. എന്താ ഉയർത്തുന്നില്ല? ഉണ്ടോ? ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടിരിക്കുവാണോ? വായിക്കാതെ ഹല്ലേലൂയ. പ്രതികരിക്കാൻ പറ്റുന്നവരൊക്കെങ്കിലും ഒന്ന് പ്രതികരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഈ മനുഷ്യൻ എന്താണെന്ന് എന്താണെന്ന് കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് അടുത്ത് വരാൻ നിന്നപ്പം അടുത്ത പ്രതികരണം വരിക. മോശേ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്. താൻ ആദ്യം കണ്ടതേ ഉള്ളൂ. താൻ അടുത്ത് വരാൻ തുടങ്ങിയപ്പോൾ തന്നോട് സംസാരിക്കാൻ തുടങ്ങി. ആമേൻ. നാം പ്രതികരിക്കുന്ന ഇവിടെ ഒരു വചനം പറയുമ്പോൾ ആ വചനത്തോട് പ്രതികരിക്കുമ്പോൾ അടുത്തത് നിന്നോട് സംസാരിക്കുന്നത്. ആമേൻ, ആമേൻ, ആമേൻ. ആമേൻ പറഞ്ഞാടെ. ഹല്ലേലൂയ. ഇതൊന്നും പറയിപ്പിക്കരുത് കേട്ടല്ലോ, ഇങ്ങനെ പറഞ്ഞ് പറയിപ്പിക്കരുത്, അതൊരു നല്ല കാര്യമല്ല. ഹല്ലേലൂയ. ഒരു വചനം നിന്നെ തൊടുമ്പോൾ ആ വചനത്തിന്, ആമേൻ, വചനത്തിന് നിന്റെ അകത്തൊരു ക്രിയ ചെയ്യാനുണ്ട്. ഈ കാണുന്ന കാഴ്ചയും സംസാരിക്കുന്ന ദൈവദൂതന്റെ ശബ്ദം വെറുതെ വന്നതല്ല, നൂറ്റാണ്ടുകളായി പരിഹരിക്കാത്ത ഒരു പരിഹാര വിഷയമായിട്ട് ഇറങ്ങി നിൽക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. ഒരുപാട് ആൾക്കാരുടെ കരച്ചിലിന് മറുപടിയാണ് ഈ കത്തുന്ന ഹല്ലേലൂയ മുൾപ്പടർപ്പ്. മോശെ, നിന്റെ കാലിലെ ചെരുപ്പ് അഴിക്കുക ഹല്ലേലൂയ എന്ന് പറയുന്നതിന്റെ പിന്നിലെ കാരണം മോശെ, നീ ഒരു ഒരുക്കത്തിലേക്ക് കയറുക എന്നുള്ളതാണ്.
കയറിവാ. ഹല്ലേലൂയ. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ അടങ്ങിയിരിക്കരുത്. ദൈവത്തോട് കൂറുണ്ടെങ്കിൽ നിങ്ങൾ മൗനമായിരിക്കരുത്. ഹല്ലേലൂയ. നിങ്ങൾ സംസാരിച്ചാൽ, നിങ്ങൾ ചെരിപ്പൂരിയാൽ, നിങ്ങൾ ഒന്ന് അടുത്തു വന്നാൽ ഒരു ജനം ഇതിനകത്തേക്ക് രക്ഷപ്പെടും. ആമേൻ, 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 ആമേൻ. ഇടിഞ്ഞു കിടക്കുന്ന മതിലുകൾ, പ്രാർത്ഥനയുടെ മതിലുകള് പണിയാൻ പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുന്നു. ഇടിഞ്ഞു കിടക്കുന്ന ഹല്ലേലൂയ പ്രാർത്ഥനയുടെ മതിലുകളെ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ പണിയുക. നിങ്ങളുടെ ആവശ്യത്തെക്കാൾ കൂടുതൽ പുറത്തുള്ള ഒരു ജനത്തിന്റെ ആവശ്യമാണ്. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കൂടെ ഇതുവഴി സഞ്ചരിക്കുന്ന ഒരു ദൈവപുരുഷന് വേണ്ടി ഒരു സ്ത്രീ, ഒരു ധനികയായ സ്ത്രീ ഹല്ലേലൂയ ഒരു മാളിക മുറി പണിയുന്നു. ആ മാളിക മുറി ഹല്ലേലൂയ, ഹല്ലേലൂയ, അവൾ ധനികയാണ്, അവൾക്ക് ഒത്തിരി റൂമുണ്ട്. പക്ഷേ ദൈവം അവളുടെ അകത്ത് കൊടുക്കുക, ഇത് പോരാ, ദൈവപുരുഷന് പ്രാർത്ഥിക്കുവാനും വിശ്രമിക്കുവാനുമായിട്ട് ഒരു മാളിക മുറി വേണം. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ വീടിനകത്ത് ഒരു മാളിക മുറി ഉണ്ടായിരിക്കണം. ഒരു മാളിക മുറി. ഹല്ലേലൂയ. ഞാൻ അവസാനത്തെ ആ ദൂതെടുത്ത് പറയാം. അവളുടെ വീട്ടിൽ ഒരു മരണം കയറിയപ്പോൾ ആ മരണത്തിന് മുമ്പിൽ തോറ്റു പോകാതിരുന്നതിന്റെ പിന്നിൽ അവളുടെ മനസ്സിനകത്തുണ്ടായ ആഗ്രഹമാണ്. ആമേൻ, ഹല്ലേലൂയ. മാളിക മുറിയെ കുറിച്ച് പറയുമ്പോൾ ചുവരുള്ള മാളിക മുറി പണി, ചുവരുള്ള മാളിക മുറി പണിയണം. എന്താണ് ചുവരുള്ള മാളിക മുറി? അകത്തിറങ്ങുന്ന സാന്നിധ്യം അവിടെ നിൽക്കണം. ഹല്ലേലൂയ. യേശു കർത്താവ് പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെയാ പറയുന്നത്, നിങ്ങൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്കണം. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഹല്ലേലൂയ, ഒരു ദൈവ സാന്നിധ്യം നിന്നെ അകത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റിയാൽ നീ ആ സാന്നിധ്യത്താൽ ഒരു മിറക്കിളായി മാറും. അടിക്കരുത്. ചിലപ്പോൾ നടന്നാലോ, ഹല്ലേലൂയ, ആമേൻ പറഞ്ഞരുത്, ഹല്ലേലൂയ, അടുത്ത ദിവസം നടന്നാലോ, ഹല്ലേലൂയ, ഇങ്ങനെ മിണ്ടാതിരുന്നോണം. ഹല്ലേലൂയ. നിങ്ങളുടെ അകത്ത് ആ ആഗ്രഹം ഉണ്ടാകട്ടെ. ഈ പകൽ ഒന്ന് പറഞ്ഞാണ്, കർത്താവെ എന്നെ ആ വിഷയത്തിൽ നിന്ന് സഹായിക്കണേ. എൻ്റെ മനസ്സിനകത്ത് പോലും ആഗ്രഹം കയറുന്നില്ല, അത്രത്തോളം വിദൂരയിൽ കിടക്കുകയാണ്. ഇന്ന് പകൽ ഹല്ലേലൂയ ഒരു മാളിക മുറി, പ്രാർത്ഥനയ്ക്കായി ഒരു മാളിക മുറി നിങ്ങളുടെ വീടിനകത്തുണ്ടാകട്ടെ. ഇന്ന് രാത്രി പോയി ഒരു മാളിക റൂം പണിയണമെന്നല്ല ഞാൻ പറഞ്ഞത്, പ്രാർത്ഥന ലൈഫ് ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഈ മനുഷ്യൻ പ്രതികരിച്ചപ്പോൾ ഇനി മോശയുടെ ആഗ്രഹം, മോശയുടെ പ്രതികരണം വിട്. ഇത് എന്തിനാണ് കർത്താവ് അയച്ചത്? മോശയോട് നേരിട്ട് വന്ന് ഇറങ്ങി പറഞ്ഞാ പോരെ? മോശ മനസ്സോടെ പ്രതികരിച്ചേ പറ്റുകൊള്ളുന്നത് ദൈവത്തിന്റെ ആഗ്രഹമാണ്. ഞാൻ നിർബന്ധിച്ചിട്ടല്ല ഒരു ജനത്തിന്റെ അടുക്കലേക്ക് അവർ പോകണ്ട. അവന്റെ മേലുള്ള നിയോഗമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു പോകണം. അവനെ ജനിപ്പിച്ചത് അതിനായിട്ടാണെന്ന് അറിയണം. ഒരുപാട് കുഞ്ഞുങ്ങൾ നൈൽ നദിക്കകത്ത് രക്തമയമായി പോയപ്പോൾ അവനെ രാജകൊട്ടാരത്തിൽ നിർത്തിയത് എന്തിനാണെന്ന് അറിയണം. എബ്രായ സ്ത്രീയിൽ ജനിച്ചിട്ട് ഹല്ലേലൂയ രാജകൊട്ടാരത്തിലെ രാജ്ഞിയുടെ മകനാക്കി വളർത്തിയത് എന്തിനാണെന്ന് അറിയണം. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. അവൻ അഭ്യാസം തികഞ്ഞവനായി, കൂട്ടത്തിലുള്ളവരെക്കാൾ ശ്രേഷ്ഠനായി, രാജാവിന്റെ മകനായി പുറത്തു വന്നത് എന്തിനാണെന്ന് അറിയണം. ഒരുപാട് പേര് അടിമത്തത്തിൽ അവരുടെ മനസ്സ് കുടുങ്ങിക്കിടക്കുമ്പോൾ ഹല്ലേലൂയ അവരെ നയിക്കാൻ ഒരുവൻ വേണമെന്നറിഞ്ഞുകൊണ്ട് ദൈവം ഒരു അറ്റംപ്റ്റ് നടത്തിയത് അറിയണം. ഇന്ന് പകല് നിങ്ങളുടെ മേൽ ദൈവം അവൻ്റെ ശക്തിയെ അയക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ചിലത് ദൈവത്തിന് സംസാരിക്കാനുണ്ട്.
കരമൊന്ന് അടിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ മടി മാറ്റുന്നു, ഞാൻ ദൈവ പ്രവൃത്തിക്കായി ഇറങ്ങുന്നു എന്നുള്ള തീരുമാനത്തിനകത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ നിർത്തട്ടെ. നാം പഠിച്ചുകൊണ്ടും ആരാധിച്ചുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടിരുന്ന ദൈവീയ വചനം, ക്രിസ്തു സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പാകുക എന്നൊരു വിഷയമാണ്. ദൈവപുത്രന്റെ ആത്മാവ് നിങ്ങളുടെ അകത്തുണ്ട്. ജോൺ 16:14 16-14 പറയുന്ന ഒരു വാക്യം കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു തോന്നുന്നത്. പരിശുദ്ധാത്മാവ് പുത്രന്റെ ഉള്ളിൽ നിന്ന്, ദൈവപുത്രന്റെ ഉള്ളിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് തരും. പരിശുദ്ധാത്മാവ് ദൈവപുത്രന്റെ ഉള്ളിൽ നിന്ന് എടുത്ത് നമുക്ക് തരും. എപ്പോഴാ? ഞായറാഴ്ച ഈ 2:30 മണിക്കൂർ അല്ല. ആമേൻ. ഇത് പാസ്റ്ററുടെ കയ്യിലൂടെ അല്ല വരുന്നത്, സൽമോൻ പാസ്റ്ററോ സണ്ണി പാസ്റ്ററോ അല്ല തരുന്നത്. ആരാ തരുന്നത്? ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് പുത്രനിൽ നിന്ന് ഈ ഭൂമിയിൽ വന്നപ്പോഴും വചനം പറ അവന്റെ നിറവിൽ നിന്നാണ്. ചിലത് കേൾക്കാനുണ്ട്. യേശു കർത്താവ് ഈ ഭൂമിയിൽ ചെയ്തത് ചിലത് എന്താണ് യാഥാർത്ഥ്യമെന്ന് പരിശുദ്ധാത്മാവിന് നിങ്ങളോട് പറയാനുണ്ട്. ആമേൻ. അത് അനുഭവിക്കാനുണ്ട്. അത് അനുഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിനകത്ത് ഈ ഡ്രൈനെസ് ഒക്കെ മാറും. കർത്താവ് എന്റെ ഡ്രൈനെസ്സിനെ അങ്ങ് മാറ്റണേ എന്നങ്ങ് പറ. ഹല്ലേലൂയ. നമ്മൾ ആത്മീയമായ ഡ്രൈനെസ് അനുഭവിച്ച ഈ ചൂട് മാറത്തില്ല. നമ്മൾ ആത്മീയമായിട്ട് ഒരു നല്ല തണുപ്പ് അനുസരിച്ച് അനുവദിച്ചു കഴിഞ്ഞാൽ ഈ ചൂടും മാറിക്കോളും. ആമേൻ. അങ്ങനെ ഞാൻ നിങ്ങളോട് സംസാരിച്ചത് ദൈവപുത്രൻ നിങ്ങളുടെ ഉള്ളിലേക്ക് പറയുന്ന ക്രിസ്തു ബോധ്യങ്ങളെയാണ് ഞാൻ പറഞ്ഞത്. ഒരു പാസ്റ്റർ പഠിപ്പിക്കേണ്ടതല്ല, പരിശുദ്ധാത്മാവ് പഠിപ്പിക്കേണ്ടതാണ്. എന്താ? നിങ്ങളുടെ ഉള്ളിലെ ദൈവപുത്രന്റെ ആത്മാവ് നിങ്ങളെ പുതുതാക്കേണ്ട ചില മേഖലകളുണ്ട്. അത് നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയാണ്. എപ്പോഴും കുഞ്ഞായിരുന്നാ പോരാ, അത് ഓരോ ഘട്ടങ്ങളിലും വളർന്നു വരണം. ഞാൻ ഈ ദിവസങ്ങളിൽ ഉത്സാഹിപ്പിക്കുന്നു, എല്ലാവരും ആത്മാവിൽ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കണം. വചനം വായിക്കുന്നുണ്ട്, കുറച്ചു പേര് സെപ്പറേറ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളൊരു നല്ല ശതമാനം സമയം കിട്ടുന്നത് അന്യഭാഷയിലോ ആത്മാവിലോ പ്രാർത്ഥിക്കണം. വിശ്വാസത്താൽ പ്രാർത്ഥിക്കണം. വിശ്വാസത്തിന്റെ വാക്കുകൾ പറയണം. വിശ്വാസത്താൽ ചിലത് പ്രഖ്യാപിക്കണം. ആമേൻ. നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെ അഴിഞ്ഞുകൊണ്ടേയിരിക്കും, ഭൂമിയിൽ കെട്ടുന്നതല്ല. അപ്പം വെറുതെ ഒന്നും സംസാരിക്കരുത്. പറയുന്നതൊക്കെ നിങ്ങൾക്ക് പ്രയോജനകരമാകത്തക്ക രീതിയിൽ ആത്മാവിന്റെ ഇച്ഛയോടെ പറയാൻ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ബലം നൽകുമാറാകട്ടെ. നമുക്ക് ഇന്നത്തെ രണ്ടാമത്തെ ഭാഗം, ഞാൻ കഴിഞ്ഞ ആഴ്ച സോൾട്ടെ എന്ന വിഷയമാണ് പ്രസംഗിച്ചത്. പ്രാണബന്ധം, അത് ദൈവീയ പ്രാണബന്ധമാണ് പ്രസംഗിച്ചത്. അതിന്റെ സെക്കൻഡ് ഭാഗം അൺഗോഡ്ലി, ദൈവികമല്ലാത്ത പ്രാണബന്ധത്തെ പറയേണ്ടതുണ്ട്. പക്ഷെ ഞാൻ ആ ഭാഗം പിന്നീട് അടുത്ത ചില ആഴ്ചകൾക്ക് പിറകിലായിട്ട് എടുക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഇന്ന് നമുക്ക് ചിന്തിക്കേണ്ട ഭാഗം യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായമാണ്. 8-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ ബൈബിളിനെ കൊണ്ടുവരാൻ കുറച്ച് സമയം നമ്മുടെ മുമ്പിലുള്ളൂ. ഞാൻ അത് ഏറ്റവും നന്നായി പ്രയോജനപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. നമുക്ക് വായിക്കാം 8-ാം അധ്യായം, അതിന്റെ 12-13 വാക്യം. ഒരാൾ ശബ്ദം ഉയർത്തി വായിക്കുമ്പോൾ നിങ്ങൾ ആ വാക്യത്തെ ശ്രദ്ധിച്ചു നോക്കണം. ആമേൻ. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു. പരീശന്മാർ അവനോട്, നീ നിന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു, നിന്റെ സാക്ഷ്യം സത്യമല്ല എന്ന് പറഞ്ഞു. യേശു പിന്നെയും അവളോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവർ പറഞ്ഞ ഇരുട്ടിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവരാകും. ആമേൻ, ആമേൻ. ഇനി ആരും ബൈബിൾ നോക്കണ്ട, ഇങ്ങോട്ട് ശ്രദ്ധിച്ചോ. താനാകുന്നു, ഞാനാകുന്നു എന്ന് പറഞ്ഞിടത്തൊക്കെ ഒരു വലിയ കോണ്ടസ്റ്റിനകത്താണ് ഈ ആശയങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത്. പക്ഷെ ഈ ഒരു ഭാഗം മാത്രം 1-2 വാക്യങ്ങൾക്കകത്ത് മാത്രം ഒതുക്കിയിരിക്കുക. പക്ഷേ യോഹന്നാന്റെ ലേഖനങ്ങൾക്കകത്തും യോഹന്നാന്റെ സുവിശേഷത്തിനകത്തും
വെളിച്ചത്തിന്റെ യഥാർത്ഥ റെവലേഷൻസുകളെ യോഹന്നാൻ അപ്പോസ്തലൻ ശക്തമായി എഴുതിയിട്ടുണ്ട്. 1-ാം അധ്യായം നാം പഠിക്കുമ്പോൾ യേശുക്രിസ്തു എന്ന് വെളിപ്പെടുത്തിയ ഭാഗം നമുക്ക് കാണാൻ പറ്റും. വചനമായിട്ടും ജീവനായിട്ടും വെളിച്ചമായിട്ടും, വചനമായിട്ടും ജീവനായിട്ടും വെളിച്ചമായിട്ടും കാണിക്കുന്നത്. ഈ സുവിശേഷങ്ങളുടെ പ്രത്യേകത തന്നെ ഒരു ഭംഗിയാണ്. ചിലരെ എഴുതിയപ്പോൾ യേശുവിന്റെ ജനനം പരിശുദ്ധാത്മാവിലാണ് എന്ന് പറഞ്ഞു തുടങ്ങി. ഭൂമിയിൽ വന്ന യേശു കർത്താവ് ജനിച്ചത് പരിശുദ്ധാത്മാവിലാണ് എന്ന് പറഞ്ഞു തുടങ്ങി. മറ്റൊരാൾ എഴുതിയപ്പോൾ അവർ അബ്രഹാമിന്റെ ഭാഗം മുതൽ എഴുതി. അപ്പം യേശു പരിശുദ്ധാത്മാവിലുള്ളതായ ആളാണെന്ന് ഒരു സുവിശേഷകൻ വെളിപ്പെടുത്തിയപ്പോൾ മറ്റൊരാൾ പറഞ്ഞു അതല്ല, അവിടെ അല്ല തുടക്കം, അല്ല, അബ്രഹാമിന് ദൈവം പ്രോമിസ് ചെയ്ത ആളാണ് ആര്? യേശു കർത്താവ് എന്ന് പറഞ്ഞ് അവിടെ മുതൽ തുടങ്ങി. മറ്റൊരാള് സുവിശേഷം എഴുതിയപ്പോൾ അവിടുന്ന് മുന്നോട്ട് പോയി ആദമിന്റെ മുമ്പിൽ എഴുതി, ആദം ദൈവത്തിന്റെ മകൻ എന്ന് പറഞ്ഞ് തുടങ്ങി. ഇങ്ങനെ എഴുതി നിൽക്കാൻ നേരത്ത് യോഹന്നാൻ എഴുതുകയാണ്, ആദിയിൽ വചനമുണ്ടായി. എന്റെ കൂടെയില്ല, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. അതിൽ കുറഞ്ഞൊന്ന് എഴുതാൻ ആ മനുഷ്യന് കഴിയത്തില്ല. കാരണം അദ്ദേഹത്തിന്റെ ഉള്ളിൽ അത്രത്തോളം ക്രിസ്തുവിനെ കുറിച്ചുള്ള അപബോധമുണ്ട്. ഇന്ന് പകല് പറ, എൻ്റെ അകത്ത് വന്ന ദൈവപുത്രനെ കുറിച്ചുള്ള ഈ ശരിയായ ബോധം എൻ്റെ അകത്ത് അനുഭവമായി നൽകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ എത്ര പേർക്ക് പറ്റും? രാമേലും പറയാം, ഞാൻ ഇന്ന് പകൽ ആഗ്രഹിക്കുന്നത് ഇന്ന് വരെ വെളിപ്പെടാത്ത ദൈവം എനിക്ക് വേണ്ടി നൽകാൻ പോവുകയാണ്. നിങ്ങൾ ദൈവത്തോട്, റിങ്കുമൊക്കെ എൻ്റെ കൂടെ നിങ്ങൾ കുറച്ചു പേരേ ഉള്ളൂ, ബാക്കി ആരും ഇല്ലെന്നാ തോന്നുന്നത്. ആത്മാവിൽ പറ, എൻ്റെ അകത്ത് കയ്യെന്തിയ കൈയുള്ളവരൊക്കെ ഒന്ന് സ്വതന്ത്രം ചെയ്തിട്ട് സ്വന്തം തലയിലോട്ടൊന്ന് കൈവച്ചു. നിങ്ങളുടെ തലയാ, വേറെ ആരുടെയും തലയല്ല. നാളുകളിൽ മറ്റുള്ള ആളുടെ തലയെ കൈവെക്കാൻ പരിശുദ്ധ ആത്മാവ് അഭിഷേകം നൽകട്ടെ. ഇപ്പൊ പറ, കർത്താവേ, എൻ്റെ ഉള്ളില് ആ ദൈവപുത്രനെ കുറിച്ചുള്ള യഥാർത്ഥ അവബോധം, യഥാർത്ഥ കോൺഷ്യസ് നൽകണമേ. ആമേൻ, ആമേൻ, ആമേൻ. യേശു പറഞ്ഞ വാക്കാണ്, ഞാൻ ലോകത്തിന്റെ, യോഹന്നാന്റെ തുടക്കം, ജീവനായവൻ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നു. എന്താണ്? അവൻ ജീവനായിരുന്നു, അവൻ മനുഷ്യർക്ക് വേണ്ടി വെളിച്ചമായി. ആമേൻ. യോഹന്നാൻ സ്നാപകൻ പറയാണ്, ആർക്കൊക്കെയോ ഒരു അവബോധമുണ്ട്, വെളിച്ചം വരുന്നുണ്ട്. യോഹന്നാൻ പറയാണ്, ആ വെളിച്ചം ഞാനല്ല, ആ വെളിച്ചത്തിന് സാക്ഷ്യം പറയാൻ വന്നവനാണ് ഞാൻ. ആമേൻ. ഇന്ന് പകല് ആ വെളിച്ചം അകത്ത് കയറാത്ത, ആ വെളിച്ചത്തെ കുറിച്ച് സാക്ഷ്യം പറയാൻ വന്ന ആ യോഹന്നാന് ഭയങ്കര ആവേശമായിരുന്നു. മരുഭൂമി ആണെന്ന് നോക്കാതെ, യോർദാൻ ആണെന്ന് നോക്കാതെ, കരയോ കടലോ ആണെന്ന് നോക്കാതെ അദ്ദേഹത്തിന് പറയാൻ പറ്റുന്ന രീതിയിൽ വെളിപ്പെടുത്തി, നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ ഇടയിലുണ്ട്. ഹല്ലേലൂയ. അവൻ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുവാൻ ദൈവത്തിൽ നിന്ന് വന്നവനാണ്. അവൻ ഇപ്പോ വന്നതല്ലേ, എനിക്ക് മുമ്പേ അവൻ ഉണ്ടായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. എന്റെ ഉള്ളില്, ഹല്ലേലൂയ, ഇപ്പൊ വന്ന ആത്മാവ് വെറുതെ ഒന്നിനു വേണ്ടി വന്നതല്ല. നിങ്ങൾ പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് അഭിഷേകം വേണം, നിങ്ങൾ പ്രാർത്ഥിച്ച് എനിക്ക് ദൈവാത്മാവിനെ വേണമെന്ന് പറഞ്ഞപ്പോ വന്നതല്ല. ഇതൊരു വലിയ പദ്ധതിയുടെ ഭാഗമാണ്. ആമേൻ. മറ്റൊരു വ്യക്തിയെ ഞാൻ ചൂണ്ടിക്കാണിക്കുക. അവന്റെ പേര് അരുണോദയ പുത്രൻ എന്നാണ്. ആരാണവൻ? സൈറ്റനാണ്. പഴയത് പഠിക്കുകയാണെങ്കിൽ അവന് സൂര്യനേക്കാൾ വെല്ലുന്ന ഒരു ലൈറ്റ് അദ്ദേഹത്തിന് മേലുണ്ട്.
പക്ഷെ അഹങ്കാരം എന്ന പാപം അവന്റെ അകത്ത് കയറിയപ്പോൾ ദൈവം അവനെ വെട്ടിയിട്ടു. അവൻ വെട്ടി വീണ സ്ഥലം ഭൂമിയായിരുന്നു. ഹല്ലേലൂയ. അവൻ വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടായി മാറി. സോ അവന്റെ പദ്ധതി എന്നാന്ന് പറഞ്ഞാൽ അവന്റെ സ്വഭാവത്തെ ലോകത്തിന്റെ എല്ലാ മേഖലയിലും ആക്കി തീർക്കുക, ഇരുട്ടാക്കുക. അതിനുവേണ്ടി ദൈവം ഉരുവാക്കിയ മനുഷ്യനോടും സ്ത്രീയോടും അവൻ ബന്ധപ്പെട്ട് ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെടുത്തി ആ ദൈവത്തിൽ നിന്നുള്ള ജീവനെ മാറ്റി അവർ ഇരുളാക്കിയവരെ. ആമേൻ. ഇന്ന് പകൽ പറ, അതിൽ തുടരുന്ന സകല ഇരുളുകളും ദൈവമേ മാറ്റിത്തരണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഇരുൾ എന്ന വാക്കിന്റെ അർത്ഥം എന്തുവാണ്? ഇരുൾ എന്ന വാക്കിന്റെ അർത്ഥമാ, ഇരുളിന്റെ ഒരു പദം ഒന്നുമില്ല. എന്താണ്? സ്പേസില് ഒരുപാട് സ്ഥലങ്ങൾ ഇരുട്ടിക്കിടപ്പുണ്ട്. അവിടെ എന്തൊക്കെയോ ഉണ്ട്. പക്ഷെ ബുദ്ധിയുള്ള മനുഷ്യൻ അതിനെ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നുമില്ല. കാരണം എന്തുവാ? അവിടെ എന്തുവാ? ഇരുട്ടാണ്. ഇരുട്ടിന്റെ പ്രവൃത്തി അതാണ്, ഒന്നുമില്ലാതാക്കുക. ആമേൻ, ഹല്ലേലൂയ. ഇരുട്ടിന്റെ വചനം പറയുന്നത് ഇരുട്ടിന്റെ പ്രവൃത്തി നിഷ്ഫല പ്രവൃത്തിയാ. ദൈവ സ്വരൂപത്തിലും സ്വാദർശത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ വിരൂപനാക്കി ദൈവ സ്വരൂപത്തിൽ നിന്ന് കളഞ്ഞവനാണ് ആ ഇരുട്ട്. നമ്മൾ ഇരുട്ടിന്റെ ആത്മാവിനാൽ ഉള്ളവരല്ല, നാം വെളിച്ചത്തിന്റെ ആത്മാവിനാൽ ഉള്ളവരാണ്. അവൻ പറഞ്ഞു കേട്ടിട്ട് ഞാൻ മാത്രമോ എല്ലാരും ഇല്ലെന്ന് തോന്നുന്നു. അടുത്തിരിക്കുന്ന ആളെ നോക്കി പറ, ഞാൻ ഇരുട്ടിന്റെ കൂട്ടാളിയല്ല. ഹല്ലേലൂയ. എന്റെ പക്ഷം വെളിച്ചത്തിന്റെ കൂട്ടത്തിലാണ്. ആമേൻ. കരമൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താണ്. വീട് എങ്ങനെ പ്രസംഗിക്കും? വീട് തുറന്നു കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ഒത്തിരി വെയിറ്റ് ചെയ്തുകൊണ്ട് വെറുതെ പോകരുതേ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഈ അകത്ത് വെളിച്ചം ഉണ്ടെന്ന് ബോധമുള്ളവരൊക്കെ ഒന്ന് സ്തോത്രം ചെയ്തേ. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ മിണ്ടായിരിക്കുന്നത്? വെളിച്ചം, ഞാൻ ആ ഭാഗത്തേക്ക് വരാം. അവനിൽ ഇരുട്ടൊട്ടും ഇല്ല. ആരുടെ? ഈ ലോകത്ത് ഇവിടെ ഒരു ഭയങ്കര മത്സരം നടക്കുകയാണ്. ആരൊക്കെയാ? ദൈവത്തോട് മത്സരിക്കുന്ന ഒരു ഇരുട്ടിനെ കാണാൻ പറ്റും. ഹല്ലേലൂയ. പക്ഷെ ഇരുട്ടിനൊട്ടും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇരുട്ടിനൊട്ടും വെളിച്ചത്തോട് ഇരുട്ടിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ ആരെവിടെ ഉണ്ടോ? വെളിച്ചത്തോട് ഇരുട്ടിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞാനിങ്ങനെ എന്റെ റൂമിൽ ഇരുട്ടാന്ന് വിചാരിക്കുക. ഞാനിങ്ങനെ ടോർച്ച് ഓണാക്കി ഓ ഇരുട്ട് എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? വെളിച്ചം വരുമ്പോ എന്താണ്? ഇരുട്ട് പോകും. വെളിച്ചം വരുമ്പോ ഇരുട്ട് തന്നെ പോകും. ഒന്ന് പറഞ്ഞാട്ടെ, വെളിച്ചം വരുമ്പോ നിങ്ങളോട് തന്നെ പറ. ദാവീദ് തന്നത്തോട് പറഞ്ഞ പോലെ, എൻ മനമേ യഹോവയെ സ്തുതിക്കുക. നീ മിണ്ടാതിരിക്കുക, നീ എന്നെ യഹോവയെ സ്തുതിക്കടാ എന്ന് താൻ തന്നെ പറഞ്ഞതുപോലെ പറ. വെളിച്ചം വരുമ്പോ എല്ലാരും പറയുന്നില്ല, വെളിച്ചം വരുമ്പോ ഇരുട്ട് തന്നെ മാറിപ്പോകും. നമ്മുടെ വിടുതലൊക്കെ ഇത്ര പ്രയാസമുള്ളു. വെളിച്ചം വരുമ്പോ സാധാരണമായ എല്ലാ പ്രവൃത്തിയും മാറിപ്പോകും. ഹല്ലേലൂയ. നാം ആദിയിൽ കാണുന്നത് ദൈവം സൂര്യനെ ഉണ്ടാക്കിയെന്നോ ദൈവം ചന്ദ്രനെ ഉണ്ടാക്കിയെന്നോ അല്ല കാണുന്നത്. ആദ്യം എന്താ ഉണ്ടാക്കി? ഇരുളായി പോയ, അല്ലേ? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും ആദിയിൽ ദൈവം സ്വർഗങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു. അങ്ങനെയാണ് വചനം. അത് പാഴും ശൂന്യമായി. പാഴും ശൂന്യമായി ഉണ്ടാക്കിയതല്ല, ഒരുവന്റെ കാൽസ്പർശം കൊണ്ട് അത് പാഴും ശൂന്യമായി പോയതാണ്. ഞാൻ ഈ വചനം പ്രതി പറയുന്നു, നിങ്ങളുടെ വീട്ടിലോ കുഞ്ഞുങ്ങളിലോ ഹല്ലേലൂയ ശൂന്യതയും പാഴുവാക്കുന്ന അന്തരീക്ഷങ്ങൾ
സൈറ്റൻ എഫക്റ്റുകൾ കൊണ്ട് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെ വെളിച്ചം കൊണ്ട് പരിഹരിക്കാൻ ഒരു സോഴ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കണം. പിന്നെ ഈ ആദാം പാപം ചെയ്തപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഈ ഭൂമിയെ പാഴാക്കി മാറ്റുന്ന മുള്ളും പറക്കാരയും ഉണ്ടായി. ആവശ്യമില്ലാത്തൊക്കെ പാഴായി പോകുന്ന ഭൂമിയിൽ, വിരൂപത സംഭവിക്കുന്ന ഭൂമിയിൽ മുളയ്ക്കുന്നത് മുഴുവൻ വേദനിപ്പിക്കുന്നതും നിഷ്ഫലമാകുന്നതൊക്കെയാണ്. ഇന്ന് കർത്താവ് പറയുന്നു, വചനം പ്രതി പറയുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. എന്നോടൊപ്പം പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. ഈ സൂര്യനല്ല നിങ്ങളുടെ വെളിച്ചമെന്ന് നിങ്ങൾ ഇന്ന് പകരം മനസ്സിലാക്കണം. ഈ സൂര്യൻ, ഈ ഭൂമി, നമ്മൾ നിൽക്കുന്ന ഭൂമി ഒന്ന് കറങ്ങി വരാൻ നേരത്ത് പുള്ളി ഇരുട്ട് തരും. പുള്ളി ഇരുട്ട് തരുന്നതല്ല, നമ്മൾ മറഞ്ഞു പോകും. ഹല്ലേലൂയ. അപ്പം ഈ ലോകത്തിന്റെ ഇരുട്ടിനെ കുറിച്ചോ ഈ ലോകത്തിന്റെ വെളിച്ചത്തെ കുറിച്ചോ അല്ല ഞാൻ പറഞ്ഞു വരുന്നത്, ക്രിസ്തു എന്ന വെളിച്ചത്തെ കുറിച്ചാണ്. എനിക്ക് ഒരുപാട് ഭാഗം അവിടെ നേരെ പറഞ്ഞു നിൽക്കാൻ പറ്റത്തില്ല. ഒരു വചനത്തിലേക്ക് വരണം, നമുക്ക് ആ ഭാഗത്തേക്ക് വരണം. ക്രിസ്തു നമ്മുടെ അകത്ത്, ഞാനാകുന്നു, ഞാൻ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞു. എന്നിൽ നടക്കുന്നവൻ ഇരുളിൽ നടക്കാതിരിക്കാൻ, ഇരുളിൽ അനുഗമിക്കാതെ ജീവന്റെ വെളിച്ചത്തിൽ, ഞാനാകുന്നു എന്ന് യേശു പറഞ്ഞതിനകത്ത് എപ്പോഴും ഒരു ജീവനെ കുറിച്ച് പറയാനുണ്ട്. ജീവൻ. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, വെളിച്ചം എന്ന് പറഞ്ഞാൽ ജീവൻ എന്നാ മനസ്സിലാക്കേണ്ടത്. ഇരുട്ടെന്നാൽ മരണവും. ഇരുട്ടിന്റെ പ്രവൃത്തി മരണമാണ്, ഇല്ലാതാക്കുക എന്നുള്ളതാണ്. വെളിച്ചത്തിന്റെ പ്രവൃത്തി, ജീവന്റെ പ്രവൃത്തി ജീവിപ്പിക്കുക എന്നുള്ളതാണ്. ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്ന വചനത്തിന്റെ ഏറ്റവും അവസാനം പറഞ്ഞ ദൂത്, നിങ്ങളുടെ അകത്ത് ജീവന്റെ അപ്പം വരുന്നത് ജീവനും ആത്മാവുമായിട്ടാ, ജീവിപ്പിക്കുന്ന ആത്മാവായിട്ട്. ഇപ്പോൾ ഈ വചനം പറയുന്നു, നിങ്ങളുടെ അകത്ത് വന്ന ഇരുളുകളെ പരിഹരിക്കാൻ അവൻ പുറത്ത് വന്നെന്നല്ല, അവൻ അകത്ത് വന്നു. അതുകൊണ്ട് എഫീസി ലേഖനത്തിലെ വാക്ക് ഇങ്ങനെയാണ്, അതിന്റെ 5-ാം അധ്യായം 8-ാമത്തെ വാക്യം, മുൻപേ നിങ്ങൾ ഇരുളായിരുന്നു. എടുത്തോ. മുൻപേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. യെസ്, ഓക്കെ. ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു ഭാഗം, നിങ്ങളുടെ അകത്ത് വെളിച്ചം വന്നിരിക്കുന്നത് ആത്മാവിനാണ്. നിങ്ങളുടെ ആത്മാവിനാണ്. ഇരുളായിരുന്ന സംഭവം നമ്മുടെ മനസ്സിലും നമ്മുടെ ശരീരത്തിലും തുടരുക. ഓക്കെ, ഞാൻ ഈ ഇരുൾ എന്നാണെന്ന് പറയാൻ വിട്ടുപോയെന്ന് തോന്നുന്നത്. ഇരുളിന് ഇന്ന് ഞാനൊരു വാക്ക് കൊടുക്കാം. പാപം നിമിത്തം മനുഷ്യന് സംഭവിച്ചത് ദൈവത്തോടൊരു വേർപാടാണ്. അപ്പൊ ദൈവത്തിൽ നിന്നൊരു അകൽച്ചയാണ് ഇരുള്. ഇങ്ങനെ ചിന്തിക്കുക, വളരെ സിമ്പിളായിട്ട്. ദൈവത്തിൽ നിന്നുള്ളൊരു അകൽച്ചയാണ് ഇരുള്. ആ ദൈവത്തെ അറിയാൻ വയ്യാത്തതാണ് ഇരുള്. ആമേൻ, ആമേൻ. അതുകൊണ്ടാണ് ആദ്യം വെളിച്ചം നൽകിയത്. ആദ്യം ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുള്ള ഒരു വചനമാണ്. ലാസറിന്റെ കല്ലറയിലേക്ക് 2 ദിവസങ്ങൾക്ക് ശേഷം യേശു പോകുമ്പോൾ തോമസ് പറയുകയാണ്, എങ്ങനെ പറയുന്നത്, അങ്ങോട്ട് ചെല്ല്, ഇപ്പോഴേ അവര് കല്ലെടുത്ത് കൈപ്പിടിച്ചിട്ടുണ്ട്, അവർ എറിഞ്ഞ് തല പറിച്ചു കളയും. യേശുവിനോട് ആ പറയുന്നെന്നുള്ള ഒരു മര്യാദ പോലും തോമസിന് ഇല്ല. അത് നോക്കി, ഞാൻ തോമസാനെ നോക്കി, തോമസാൻ ഉണ്ടെന്നല്ല, തോമസാൻ അങ്ങനെ പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. എന്റെ ഹാർട്ട് അറിയാവുന്ന ആളാണ് തോമസാൻ. ആമേൻ, ഹല്ലേലൂയ. ഈ ഞാൻ എപ്പോഴും പറയേ, നമുക്ക് തോമസിന്റെ പ്രത്യേകത എന്താണ്? പുള്ളി കണ്ടേ വിശ്വസിക്കുള്ളൂ, അല്ല തൊട്ടേ വിശ്വസിക്കുള്ളൂ, കണ്ടാ വിശ്വസിക്കൂല, അല്ലേ? തൊട്ടറിയണം, കണ്ടറിയണം, ആഗ്രഹം കൊള്ളാം. പക്ഷെ ബൈബിളിന്റെ തോട്ട് എന്ന് പറയുന്നത്, മോനടാ നീ കാണാതെ വിശ്വസിക്കണം. കാര്യം നിന്റെ ഇന്ദ്രിയങ്ങൾക്കകത്തൂടെ അറിയാനും അനുഭവിക്കുവാനും പറ്റണം.
ഞാൻ ആ വാക്ക് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കകത്തൂടെ അകത്ത് പ്രവേശിച്ച സകല ഇരുളുകളും വെളിച്ചമായി മാറട്ടെ. ഇരുളിനെ കുറിച്ചുള്ള ആഴമായ അറിവ് മാറി വെളിച്ചത്തെ കുറിച്ചുള്ള ആഴമായ അറിവ് കയറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അദ്ദേഹം പറയാണ്, ഇപ്പൊ തന്നെ അവര് കല്ലെടുത്ത് പിടിച്ചോണ്ടിരിക്കുകയാണ്. യേശു പറഞ്ഞ മറുപടി ഇതാണ്: പകൽ 12 മണി നേരമുണ്ട് അല്ലെ? നമുക്ക് 12 മണി നേരമുണ്ട്. എല്ലാ രാജ്യത്തും ഉണ്ടോന്ന് അറിയത്തില്ല. നമുക്ക് 12 മണി നേരമുണ്ട് പകല്. ഇച്ചിരി വെട്ടമെങ്കിലും അവസാനം കിട്ടും. പക്ഷെ ആ പകല് നടക്കുന്നവൻ ഇടറുന്നില്ല, രാത്രിയിൽ നടക്കുന്നവൻ ഇടറുന്നു. രാത്രിയിൽ അവന് കണ്ണ് കാണാൻ വയ്യാത്തവൻ അവൻ തട്ടി വീഴുന്നു. രാവിലെ അവന് എന്താണ് വഴിയെന്ന് കാണാൻ പറ്റുന്നത് കൊണ്ട് ഇടറുന്നില്ല. അതുകൊണ്ട് യേശു പറഞ്ഞത്, എനിക്ക് വെളിച്ചമുണ്ട്, ഞാൻ വെളിച്ചത്തിലാണ്. ഈ വിഷയത്തിനകത്ത് ഏത് വിഷയമാണ് ഡീൽ ചെയ്യേണ്ടത്? പനിയല്ല, ചുമയല്ല, കഫക്കെട്ടലുമല്ല, മരണത്തെയാണ്. അത് ഇച്ചിരിയുടെ നാറ്റം വെച്ച ഒരവസ്ഥയിലാണ്. 3 ദിവസത്തിന് ശേഷമാണ് സംഭവിക്കുന്നത്. അപ്പൊ യേശുവിന് പറയാനുള്ള ഒരു ഭാഗം എന്നാന്ന് ചോദിച്ചാൽ, എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പേടിക്കേണ്ട, ഇത് എന്നാ ചെയ്യാൻ പോകുന്നെന്ന് എനിക്ക് നല്ല ധാരണയുണ്ട്. ആമേൻ, നല്ല ആമേൻ പറ. നിങ്ങൾ ഇതിനകത്ത് ഇടറിപ്പോകുന്നത് നിങ്ങളുടെ അകത്ത് കാഴ്ചപ്പാടില്ല. നിങ്ങളുടെ അകത്ത് എന്താ ചെയ്യാം? കഴിഞ്ഞ മുമ്പത്താഴ്ച ഞാൻ പറഞ്ഞു, യേശു 3.5 വർഷത്തെ ശുശ്രൂഷ കഴിഞ്ഞ് ഇത് ആരെ ഏൽപ്പിച്ചേ? ശിഷ്യന്മാരെ ഏൽപ്പിക്കുകയായിരുന്നു. അപ്പം യേശുവിന് വളരെ നിർബന്ധമുണ്ട്. ഞാൻ അത്ഭുതം ചെയ്യുന്നു, ഞാൻ ചെയ്ത അത്ഭുതം കണ്ട് ഇവർ നിൽക്കുന്നു എന്നല്ല, അടുത്ത ദിവസം ഇവരിത് ചെയ്യേണ്ടതായതുകൊണ്ട് ഈ വിഷയത്തെ ഇവരെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് യേശുവിന് അറിയണമായിരുന്നു. അതുകൊണ്ടാണ് മരിച്ചു കിടക്കുകയാണെന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞത്. അവിടെ ചെന്നിട്ട് മറിയയ്ക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. മറിയ പറയാണ്, ഒടുക്കത്തെ നാളിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് എനിക്കറിയാം. ഒടുക്കത്തെ എന്നോട് കൂടെ ഉണ്ടോ? ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽക്കും എന്ന് നീ കഴിഞ്ഞ ക്ലാസ് ഇവിടെ വന്നപ്പോൾ പഠിപ്പിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അത് ശരിയാണ്. ഹല്ലേലൂയ. നമ്മളെല്ലാവരും അവനെ കാണും. അപ്പൊ യേശു പറയാണ്, തെറ്റിപ്പോയി, നീ മനസ്സിലാക്കിയത് തെറ്റിപ്പോയി. അന്ന് അവൻ അനുഭവമാകുന്ന റിസറക്ഷൻ ഇല്ലേ, റിസറക്ഷന്റെ ആത്മാവ്, അത് ഞാനാണ്. ഇപ്പോൾ നിന്റെ മുമ്പിൽ നിൽക്കുന്ന റിസറക്ഷൻ ഞാനാണ്. അതുകൊണ്ട് ഗെറ്റപ്പ് എന്ന് പറയുമ്പോൾ ലാസർ ആ കല്ലറ വിട്ട് പുറത്തേക്ക് കൊണ്ടുവരുവാൻ റിസറക്ഷൻ മുമ്പിൽ വന്ന് നിൽക്കുക. വെളിച്ചമാണ് പ്രസംഗിക്കുന്നത്, പക്ഷെ ഞാനാകുന്നു എന്ന റിസറക്ഷൻ, ഞാനാണ് പുനരുദ്ധാനം എന്ന വചനം കയറി വരികയാണ്. ഹല്ലേലൂയ. യേശു ലാസറിന്റെ കല്ലറയുടെ മുമ്പിൽ ചെന്നല്ല നിങ്ങൾ പറയേണ്ടത്. റിസറക്ഷൻ യേശുവിന്റെ കല്ലറയുടെ മുമ്പിൽ ചെന്ന് എന്നോടൊന്ന് ആത്മാവിൽ നിങ്ങൾ പറഞ്ഞാട്ടെ, റിസറക്ഷൻ ഉയർപ്പിക്കുന്ന ആത്മാവായി യേശു കല്ലറയുടെ മുമ്പിൽ ചെന്നിട്ട് പറയാണ്, ലാസറേ കം ഔട്ട്. പകല് ഞാനത് പറയുമ്പോൾ ഇരുളിനകത്ത് നിഷ്ഫല പ്രവൃത്തിയായി പോയ ചിലത് പുറത്തു വരട്ടെ. ഇത് ഞാൻ പറയുമ്പോൾ ദേശങ്ങൾ വ്യാപരിച്ച ഇരുള് നിമിത്തം ദൈവിക ബന്ധത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നവർ ദൈവിക കൂട്ടായ്മയിലേക്ക് യേശുവിന്റെ നാമത്തിൽ കയറി വരട്ടെ. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 4 പ്രാവശ്യം പറഞ്ഞിട്ടും മിണ്ടാതിരിക്കുന്നവരുണ്ട്. തലയാട്ടികളും ഞങ്ങൾ കേൾക്കുന്നത്. എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല. ഞാൻ മുൻപേ ഇരുളായിരുന്നു, ഇപ്പോഴോ വായിച്ചേ, ഇപ്പോഴോ കർത്താവിന്റെ വെളിച്ചമാകുന്നു. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികളിൽ കൂട്ടാളികളാകരുത്, അവയെ ശാസിക്കത്രേ വേണ്ടത്. നിഷ്ഫല പ്രവർത്തികളിൽ നിങ്ങൾ കൂട്ടാളികളാകരുത്, അവയെ ശാസിക്കത്രേ വേണ്ടത്. യേശുവിന്റെ നാമത്തിൽ ആമേൻ. തൻ്റെ ഇടമുണ്ടോ? ഞാൻ വെല്ലുവിളിക്കുക നിങ്ങളെ. തൻ്റെ ഇടമുണ്ടോ? അതിനകത്തേക്ക് കോംപ്രമൈസ് ആകരുത്. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ആരാധനയ്ക്ക് വരുമ്പോൾ ഉറക്കം തോന്നുന്നുണ്ടെങ്കിൽ ഒറ്റ വാക്ക്, യേശുവിന്റെ നാമത്തിൽ
ആരാധനയ്ക്ക് വരുമ്പോൾ ബോറടിക്കുന്നുണ്ട്, എന്ത് പറയണം? യേശുവിന്റെ നാമത്തിൽ. ആരാധനയ്ക്ക് വരുമ്പോ അന്യഭാഷ പറയാൻ എന്തോ ബുദ്ധിമുട്ടുണ്ടോ? യേശുവിന്റെ നാമത്തിൽ. മാറിപ്പോകട്ടെ എന്ന് പറയണം. അല്ലാതെ കിട്ടുന്നതിനകത്ത് ഉറങ്ങാൻ അടുത്തിരിക്കുന്ന ആള് സ്വതന്ത്രം പറഞ്ഞു, ഞാൻ എന്തിനാ പറയുന്നത് എന്ന് പൊക്കുവാണെങ്കിൽ നിങ്ങൾ ആരാകുകയാണ്? പച്ചയ്ക്ക് പറയുകയാണ്, നിങ്ങൾ ആരാകുകയാണ്? ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികൾക്ക് വെളിച്ചമായി നീ കൂട്ടാളിയാകുകയാണ്. മനസ്സിലായില്ലേ? ഞാൻ പറയാൻ തെറ്റുണ്ടോ? ഇതിന് പുറത്താണ് സംഭവം. ഞാൻ ആരാധനയ്ക്കകത്ത് കയറ്റി പറഞ്ഞതേ ഉള്ളു. ഈ മനസ്സിനകത്ത് തോന്നലുകൾ ഉണ്ടാകും. നമുക്കത് യേശുവായിട്ട് കാണിക്കുമ്പോൾ മനസ്സിലാകും. ആത്മാവിൽ ആരാധിച്ച് പ്രാർത്ഥിച്ച് 40 ദിവസം ഉപവസിച്ച് വരുമ്പോ ഹല്ലേലൂയ പിതാവ് കൂടെ അടുത്ത് വന്നെന്നല്ല പറയുന്നത്. അപ്പോൾ പരീക്ഷകൻ അടുത്ത് വന്ന് യേശുവിനെ പരീക്ഷിച്ചു. വെറുതെ അല്ല വന്നേക്കുന്നത്, നല്ല വചനമായിട്ടാ വന്നേക്കുന്നത്. അപ്പം തരാനാ വന്നിരിക്കുന്നത്. എങ്ങനെ അപ്പം ഉണ്ടാക്കാമെന്ന് യേശു മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പുള്ളിക്കാരൻ ആരാ വന്നേക്കുന്നത്? ആരാ വന്നേ? ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നത് ഇരുട്ട്. എന്താണ് ഇരുട്ട്? വന്നിട്ട് പറയാണ്, നിനക്കറിയാവോ കല്ല് അപ്പമാകാൻ പറ്റൂ? ബൈബിളിനകത്ത് കിടപ്പുണ്ട്, വാക്യമുണ്ട്. നിനക്കറിയാവോ ദൂതന്മാര് നിന്നെ സംരക്ഷിക്കും. ചെറിയ സംഭവം എന്നാണോ പറയുന്നത്? ഏഞ്ചലിക് വേൾഡിനകത്ത് ഉള്ള ദൈവം മനുഷ്യനെ ഇട്ടിരിക്കുന്ന സുരക്ഷയെ കുറിച്ചാ പറയുന്നത്. ചാടിക്കോ ദൂതൻ, വിശക്കുന്നില്ലേ? ആ കല്ല്, ഓരോ കല്ലെടുത്ത് വെച്ച് ഏറ്റവും നല്ല അപ്പമാകാൻ പറ. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു. യേശു എന്താ ചെയ്തേ? അനുവദിച്ചില്ല. എന്നാ പറഞ്ഞ? യേശുവിന്റെ നാമം പോ പിശാചേ എന്നാ പറഞ്ഞു. എത്ര പേർക്ക് ഇതൊരു ദൂത? സഭയോടുള്ള നിഷ്കളങ്കമായ എന്റെ മനസ്സിൽ നിന്ന് ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്ന ഒരു ദൂതാണ്. നിഷ്ഫല പ്രവൃത്തികളെ ശാസിക്കുക. അടുത്തിരിക്കുന്ന ആളോട് പറ, ശബ്ദം ഉയർത്തി പറ. റിങ്കു റോസിനോട് പറ, ആന്റി നിഷ്ഫല പ്രവൃത്തികളെ ശാസിക്കുക. വിടാതിരിക്കുന്ന പരിശുദ്ധാത്മാവിനോട് പറയണം, ഏതാ നിഷ്ഫല പ്രവൃത്തി എന്ന് തന്നെ ഒന്ന് പഠിപ്പിച്ചു തരണേ. ഇല്ലേ ബൈബിൾ വന്നിട്ട് വായിച്ചാൽ മതി, മനസ്സിലാവും. നേരം വെളുത്ത എഴുന്നേറ്റ് വരുമ്പോഴേ ഒരു തോന്നൽ, ഇന്ന് ആരാധനയ്ക്ക് പോവണ്ട. അപ്പോഴേ ഒരു ശാസന ആരാണോ പറഞ്ഞത് അവന് കൊടുത്തോണം. കാലിന്റെ പെരുവിരലിന്റെ താഴെ ചെറിയൊരു വേദന, ഞായറാഴ്ച പോകണ്ട, യേശുവിന്റെ നാമത്തിൽ പോവിചാച എന്ന് പറയണം. അല്ലാതെ ആ നിഷ്ഫല പ്രവൃത്തിയുടെ കൂടെ കയറി ഇരിക്കരുത്. ബസ് പോയി 500 രൂപ കൊടുത്ത് ഓട്ടോ പിടിച്ചു പോരണം. ആ മാസം അവസാനിക്കുന്നതിന് മുമ്പ് അതിന് ഡബിൾ ഇരട്ടി നിന്റെ വീട്ടിൽ കയറിയിരിക്കും. ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനം പറയുന്ന ഈ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകുമ്പോ ഒന്നും നോക്കരുതെന്നാ പറഞ്ഞ. ഒന്നും രണ്ടാമതൊരു ഡ്രസ്സ് പോലും എടുക്കരുതെന്നാ പറഞ്ഞ. രണ്ടാമതൊരു കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിക്കാണ് ഞാൻ അങ്കമാലിക്ക് പോകുന്നത്. അതിന് മുമ്പ് ഞാൻ അവിടെ ആയിരുന്നു, അത് വേറൊരു സ്ഥലത്ത്. ഒരു സെക്ഷനകത്ത് എന്റെ കൂടെ വന്ന തുമ്മൽ എന്ന് പറയുന്ന ദൈവദാസനെ പ്രസംഗിക്കാനാ പോകുന്നത്. എനിക്ക് അവരെ അറിയത്തില്ല. അവര് ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ഫാമിലിയാണ്. അവർക്കൊരു മനോഹരമായ ചർച്ചുണ്ട്. എനിക്കിവരെ അറിയാത്തത് കൊണ്ട് അവർ ലൊക്കേഷൻ നിന്നപ്പോ ലൊക്കേഷൻ തപ്പി പോയെന്നല്ലാതെ എനിക്ക് അറിയത്തില്ല. ഇവിടുത്തെ ഫുഡ് കഴിച്ചിരിക്കും മനുഷ്യന്. ഈ എന്റെ കൂടെ വന്ന സുഖത്തിന് നല്ല സുഖമില്ല. അധികം ഉറങ്ങുന്ന ആളല്ല. ഒരു 2 മണിക്കൂർ കൂടുതൽ ആ മനുഷ്യൻ ഉറങ്ങത്തില്ല. കൊച്ചു പയ്യനാണ്, പക്ഷെ ഭയങ്കര 8 മണിക്കൂർ ദിവസം ഇരുന്ന് പ്രാർത്ഥിക്കുന്നതാണ്. ഇന്നലെ രാത്രി 2:30 ആയപ്പോൾ ഞാൻ ഉറങ്ങി, വീട്ടിൽ വന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ എന്നെ പിടിച്ചെഴുന്നേപ്പിച്ച് 2 ദൂതം എന്നോട് പറഞ്ഞു. കൃത്യമായിരുന്നു ഈ സഭയെക്കുറിച്ച് തന്നെ. എന്റെ ചെവിക്കകത്ത് വന്ന് പറഞ്ഞോണ്ടിരുന്നത് പുള്ളി ചെയ്തിട്ട് പോയി. പ്രസംഗിക്കാനൊന്നും വലുതായിട്ട് അറിയത്തില്ല, പക്ഷെ കണ്ണി നോക്കി കാര്യം പറയും എന്ന് അവിടെ വന്നു. ആമേൻ. ഇദ്ദേഹം വല്ലാതെ വയ്യാതായോണ്ട് അവിടുത്തെ ശുശ്രൂഷ
15-20 അദ്ദേഹം എടുത്തുള്ളൂ, ബാക്കി ശുശ്രൂഷ മറ്റെടുത്താണ്. അപ്പം രാവിലത്തെ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ പാസ്റ്റർ പറഞ്ഞു, നിങ്ങൾക്ക് വൈകുന്നേരം ഇവിടെ നിൽക്കാൻ വയ്യേ, നാളെ ഇവിടെ നിൽക്കാൻ വയ്യേ, വൈകിട്ട് പോണോ? ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഞാൻ ഒരു ഡ്രസ്സേ എടുത്തിട്ടുള്ളൂ, ബാക്കി ടീഷർട്ടായിരിക്കുന്നത്. കുഴപ്പമില്ല, നമുക്ക് രാവിലെ ശരിയാക്കാൻ പറഞ്ഞു. ഞാൻ രാത്രിയിൽ അവരുടെ ബാത്റൂമിൽ കയറി എൻ്റെ ഷർട്ടങ്ങ് കഴുകി, നാളെ ഇടണം. അപ്പൊ എനിക്കൊരു തോന്നലുണ്ടായി, ഇന്നലെ വൈകിട്ട് ഞാനിട്ട ഷർട്ടാണ്. ഷർട്ട് കഴുകി എല്ലാം കഴുകിയാണെങ്കിലും അവര് കാണുമ്പം ഒരു ഷർട്ട് പ്രസംഗിക്കുക. ഞാൻ ഏറി നിന്നപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ഒരു സെക്ഷന് വേണ്ടി ഇദ്ദേഹത്തിന് വഴികാട്ടിയായിരുന്നു ഞാൻ. പക്ഷേ ആ സെക്ഷൻ കഴിഞ്ഞപ്പോ അദ്ദേഹം പറയാം, ഇന്ന് പോകാൻ പറ്റത്തില്ല, വൈകിട്ടൂടെ നിന്നേ പറ്റുള്ളൂ. അതിന്റെ ഭാഗമായിട്ട് 2 ഷർട്ട് എനിക്ക് കിട്ടി. ഞാൻ നിങ്ങളോട് പറഞ്ഞു, പോകുമ്പോ ഒന്നും എടുക്കാൻ പാടില്ല. എനിക്കുണ്ടായിരുന്നു ഈ ഷർട്ട് വരെ ഞാൻ തേച്ച് വെച്ചിട്ടാ പോയത്. പക്ഷേ തിരിച്ചു വന്നപ്പം സംഭവം മാറി. ആമേൻ. അപ്പൊ ഒരു 500 രൂപ കൊടുത്ത് വണ്ടി പോയെങ്കിൽ സഭാരാധനയ്ക്ക് വന്നാൽ കുഴപ്പമൊന്നുമില്ല. ആമേൻ. അത് ആഴ്ച തന്നെ ദൈവം നിങ്ങൾക്ക് തന്നോളും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞോണ്ടിരുന്നത് നിഷ്ഫല പ്രവൃത്തിയെ ഇത് പറയാം. ഇതിനകത്ത് കട്ടി കൂടിയ സാധനങ്ങളുണ്ട്, അത് പറയാതെ ഈ കാര്യം പറയാണ്. ഞായറാഴ്ച നേരം വെളുത്ത് എഴുന്നേറ്റിട്ട് പോകാനൊരു ഉത്സാഹം ഇല്ല എന്ന് തോന്നുമ്പോളെ ഒറ്റ ശാസ്ത്രം, യേശുവിന്റെ നാമത്തിൽ പിശാചെ പോട്ടെ എന്ന് പറയണം. ഈ ജിനോഷ് പാസ്റ്റർ ചർച്ചിൽ ഒരു ആന്റി ഉണ്ട്. എല്ലാ വർഷവും അവര് ആദ്യത്തെ മാസത്തിലെ ആദ്യത്തെ ആഴ്ച അവിടെ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ 37 വർഷമായിട്ട് നടക്കാണ്. ഈ വർഷം 37. ഒരു 4 കൊല്ലം മുമ്പ് ഇവര് ഈ സമയത്ത് ആശുപത്രിയില് ICUലായി. ഇവര് മരിക്കുക എന്ന സിറ്റുവേഷനകത്ത് നിൽക്കുക. ഇപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കുക, ഇപ്പോഴും അവർ ആശുപത്രി കിടക്കുക. ഇതിനിടയ്ക്ക് അന്ന് ആശുപത്രിയിലല്ലായിരുന്നു, പ്രായമായി. ഈ ആന്റി പാസ്റ്ററെ വിളിച്ചിട്ട് പറഞ്ഞ കാര്യമാണ്, ഞാൻ ചാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്, ഡോക്ടർമാർ പറയുന്നത് ഞാൻ കേട്ട്. അതുകൊണ്ട് എന്നെ എടുത്ത് ഈ മോർച്ചറിക്കകത്ത് വെച്ചിട്ട് നിങ്ങൾ അവിടെ വീട്ടിൽ ആരാധിച്ച് 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞിട്ട് എന്നെ അടയ്ക്കാൻ മതി. എന്തോ ഫെയ്ത്ത് ആണെന്ന് വിചാരിച്ചോണം. ഒരു അപ്പച്ചനുണ്ട്, അപ്പച്ചന്റെ ഓട്ടോടിയിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ സൈഡിൽ കൂടെ വന്ന് ആർക്കും പോകാൻ പറ്റത്തില്ല. ഇവർ രാത്രി 12 മണിയാണെങ്കിൽ ഇവർ 2 ആരാധനയ്ക്ക് കയറി വരും. ആമേൻ. എന്താണെന്നറിയാം, തീരുമാനമാണ്. അവര് പറഞ്ഞാണ്, ഞാൻ ചത്തതാ, മരിച്ചതാ, എന്നെ കർത്താവ് എഴുന്നേൽപ്പിച്ച ആ സാക്ഷ്യത്തിന്റെ ഒരു അനുഭവം പോലും വിട്ടുകളയുന്നില്ല. ഞാനിന്ന് പറയുന്നു, ഒരു ഉത്സാഹം ഇന്ന് പകരം വെളിപ്പെടട്ടെ. എല്ലാ നിഷ്ഫല പ്രവർത്തികളെയും ശാസിക്കണം. ഇന്ന് പകരം ഒരു തീരുമാനം എടുക്കണം. ഇരുട്ടിന്റെ കൂട്ടാളികളല്ല നമ്മൾ, വെളിച്ചത്തിന്റെ കൂട്ടാളികളാണ്. നിങ്ങളുടെ മനസ്സിനകത്ത് ഇങ്ങനത്തെ ചിന്തകൾ ഉണ്ടാകുന്നുണ്ടോ, അതോ അത് മാത്രമേ ഉള്ളൂ? ഞാൻ വചനമാണ് പറയുന്നത്, നല്ല ബോധ്യമുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലായിരിക്കാം. പക്ഷെ ഇന്ന് പകൽ ആത്മാവിൽ പറയട്ടെ, നിഷ്ഫല പ്രവൃത്തികൾക്ക് നിങ്ങൾ കൂട്ടാളികളാകരുത്. അവയെ ശാസിക്കാം. അവർ ഗൂഢമായി ചെയ്യുന്നത് പറയാൻ പോലും ലജ്ജയാകുന്നു. അവയെ ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും. ഞാൻ നിർത്തുക. ഇവിടെയാണ് നമ്മുടെ മെസ്സേജിന്റെ ആരംഭം കിടക്കുന്നത്. ശാസിക്കുമ്പോൾ, ഒന്ന് എല്ലാരും കേട്ടെ, 2-3 മിനിറ്റ് നിർത്തുകയാണ്. ശാസിക്കുമ്പോഴേ സകലത്തെയും വെളിച്ചത്താൽ ബോധം വരും. ശാസിക്കുന്നത് നിന്റെ ജഡം കൊണ്ടല്ല, ശാസിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിന്റെ സഹായമാണ്. ഇന്ന് മുതല് നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നതിലും ദൈവത്തിന് വേണ്ടി നിൽക്കുന്നതിനകത്തും വിരോധമായി എഴുന്നേൽക്കുന്ന, ദൈവത്തിൽ ജീവിക്കുന്നതിന് എതിരായി എഴുന്നേൽക്കുന്ന ഏതൊരു അനുഭവത്തെയും, അത് ഇമോഷണൽ ആകട്ടെ, പ്രവൃത്തിയാകട്ടെ, മറ്റുള്ളവരിൽ നിന്നുള്ള വാക്കുകളാകട്ടെ, അതിനോട് യേശുവിന്റെ നാമത്തിൽ പോകാൻ പറഞ്ഞാൽ അകത്തു നിന്ന് ദൈവം നിങ്ങൾക്കൊരു ബോധ്യം നൽകും. ആ വാക്കാണ് താഴെ എഴുതിയിരിക്കുന്നത്. ഉറങ്ങുന്നവനെ, ഞാൻ ഈ ഭാഗം പറഞ്ഞു, ഉറങ്ങുന്നവനെ ഉണർന്ന്
മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിങ്ങളിൽ പ്രകാശിക്കും. പ്രകാശം ഇല്ലാത്തത് കൊണ്ടല്ല, അകത്ത് ജീവൻ ഇല്ലാത്തത് കൊണ്ടല്ല, പക്ഷെ നമ്മുടെ മനസ്സുകൾ കൊണ്ട് നമ്മളെ പഴയ മനുഷ്യന്റെ ജീവിത ശൈലിയിലേക്ക് പോകുക. ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. ഈ ഭാഗത്തു നിന്നാണ് എനിക്ക് പ്രസംഗിച്ച് തുടങ്ങേണ്ടത്. നിങ്ങൾ നിഷ്ഫല പ്രവൃത്തിയുടെ കൂട്ടാളികളല്ല. ഒരു ജനം നിങ്ങൾ എഴുന്നേൽക്കുന്നത് കണ്ട് പുറത്തു വരാനുണ്ട്. ഹല്ലേലൂയ. ഒരു വാക്യം പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. ഈ കാലഘട്ടത്തിൽ വിളക്കില്ല, മൊത്തം ഇലക്ട്രിസിറ്റി ആണ്. എങ്കിലും ബൈബിളിന്റെ ഭാഷ അന്നത്തെ ഭാഗമായതുകൊണ്ട് വിളക്ക് കത്തിച്ച് കട്ടിനടി വെക്കാൻ പറഞ്ഞേക്കുന്നു ബൈബിളിൽ. അങ്ങനെയാണോ? വിളക്ക് കത്തിച്ച് എവിടെ വെക്കണം? എവിടെയാച്ചാ വിളക്ക് കത്തിച്ച് എവിടെ വെക്കണ്ടേ? ആമേൻ. അങ്ങനെ വെച്ചാൽ ആ വെട്ടം പലരും കാണാൻ പോവാ. ഞാൻ ഒരു പ്രവചനം പറഞ്ഞ് എൻ്റെ വാക്കിനെ നിർത്തുകയാണ്. നീ എന്ന ലൈറ്റ് മറ്റുള്ളവരെ കർത്താവിലേക്ക് കൊണ്ടുവരാൻ പോവാ. ഉദാഹരണം, അന്ത്രയോസിനെ കൊണ്ടുവരുന്നു. ഇവനൊരു വെട്ടമാണ്. കാരണം എന്താ പറയുക, ഇവൻ ആരോടെങ്കിലും സംസാരിച്ച് അവൻ പിറ്റേ പകൽ യേശുവിൻ്റെ അടുത്തുണ്ട്. ഞാൻ ആ സ്പിരിറ്റിനെ, ആ സുവിശേഷകന്റെ ആത്മാവിനെ ഈ അന്തരീക്ഷത്തിനകത്തേക്ക് പകരുകയാണ്. നിന്റെ അകത്ത് സുവിശേഷത്തിന്റെ ശക്തി കയറുകയാണ്. സുവിശേഷത്തിന്റെ ആത്മാവ് നിന്റെ മേൽ പകരുകയാണ്. ഐ പ്രൊഫസൈ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ വെളിച്ചം നിഷ്ഫല പ്രവൃത്തിയെ അതിജീവിച്ച് പുറത്തു വരട്ടെ. ഇന്ന് പകല് നിഷ്ഫല പ്രവൃത്തികൾ കൊണ്ട് നിങ്ങളിൽ സംഭവിച്ച ഡാമേജുകൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളിൽ, വ്യക്തികളിൽ വന്നിരിക്കുന്ന എല്ലാ നിഷ്ഫല പ്രവൃത്തികളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. മനസ്സിനകത്തുള്ള എല്ലാ ഇരുളുകളും മാറിപ്പോകട്ടെ. മനസ്സിനകത്ത് ഇരുളിന്റെ എഫക്റ്റുകൾ മാറിപ്പോകട്ടെ. മുൻപേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോൾ നിങ്ങൾ കർത്താവിനെ അനുഗമിക്കുന്ന, കർത്താവിൽ ജീവിക്കുന്ന വെളിച്ചമാണ്. യേശു പറയുന്നു, ഞാൻ വെളിച്ചമായതുപോലെ നിങ്ങൾ വെളിച്ചമാകും. യേശു 3.5 വർഷമായി വെളിച്ചമായി ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിന്നപ്പോൾ യേശു പറയാണ്, നിങ്ങളെന്ന വെളിച്ചം ലോകത്തിന്റെ എല്ലാ ഇടത്തോളം പോകണം. ഇന്ന് ആത്മാവിൽ ഒറ്റ പ്രാർത്ഥന, ദൈവത്തോട് കർത്താവേ, എന്നിൽ അയച്ച വെട്ടം നിമിത്തമായി എന്നിലൂടെ യേശുവിനെ ചിലർ കാണണമേ. ഹല്ലേലൂയ. ഒറ്റ വാക്ക്, എന്നിലൂടെ ദൈവം അയച്ച വെട്ടം. ഹല്ലേലൂയ. ഈ ചന്ദ്രൻ സ്വയമായി പ്രകാശിക്കാൻ അതിന് പറ്റത്തില്ല. പക്ഷെ എല്ലാ രാത്രികളിലും പുള്ളി നമ്മളെ കാണിക്കും, ഐ ആം ഹിയർ, ഞാനിവിടെ ഉണ്ട്. എന്താണെന്നറിയാമോ? കൃത്യമായി ചന്ദ്രനിലേക്ക് സൂര്യന്റെ വെട്ടം പോയിട്ട് അതിൻ്റെ പ്രതിഫലനം ഭൂമിയിൽ ഇരുട്ടായിരുന്ന സ്ഥലത്തേക്ക് വരികയാണ്. അതുപോലെ നിന്നിലേക്ക് അതുപോലെയല്ല, ആ വെട്ടം നിന്റെ അകത്താണ്. ഹല്ലേലൂയ. നിന്നിലൂടെ ദൈവിക പ്രകാശം പുറത്തു വരാൻ പോവുകയാണ്. ഒരു വാക്ക് ദൈവത്തിൽ പ്രാർത്ഥന. നല്ല പിതാവേ, ഞങ്ങൾ അതിനായി സമർപ്പിക്കുന്നു, അതിനായിട്ട് ഒരുങ്ങുന്നു, അതിനായിട്ട് ദൈവപ്രവൃത്തിക്കായി ഞങ്ങളെ സഹായിക്കുമാറാകണമേ. പറഞ്ഞാട്ടെ, പരിശുദ്ധാത്മാവേ, ആ യഥാർത്ഥ ദൈവപ്രവൃത്തി എന്നിൽ നിന്ന് പുറത്തു വരാൻ അങ്ങ് സഹായിക്കുമാറാകണമേ. ആമേൻ, ആമേൻ. ഒരുമിച്ച് നമുക്ക് കർത്താവിന്റെ മേശയിലേക്ക് കടക്കാം. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ.